ആദൻ നബി അലൈഹിസ്സലാമിനും ഷീസ് നബി അലൈഹിസ്സലാമിനും ശേഷം നൂഹ് നബിക്ക് മുമ്പായി മനുഷ്യകുലത്തിലേക്ക് പ്രവാചകനായി നിയുക്തനായ അതിവിശിഷ്ട വ്യക്തിത്വമാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നബിമാരിൽ കാലഗണനയിൽ രണ്ടാമതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. തൂലികയടക്കമുള്ള ഒട്ടേറെ കലാകൗശല വസ്തുക്കളുടെ ആദ്യ ഉപയോക്താവായി ഇദ്രീസ് നബി അലൈഹിസ്സലാം അറിയപ്പെടുന്നു. ഇദ്രീസ് നബിയെ സത്യനിഷ്ഠനായ പ്രവാചകൻ എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. ജീവിതകാലം മുഴുവൻ ദൈവാരാധനയിലും ദിവ്യപ്രബോധനത്തിലും കഴിച്ചുകൂട്ടിയ അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായി ദറസ് നടത്തിയ ആളായും പറയപ്പെടുന്നു. ഇദ്രീസ് എന്ന നാമം പോലും ദറസ് എന്ന പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ഇദ്രീസ് നബി ഫലസ്തീനിലാണ് ജീവിച്ചതെന്ന് കൂടുതലും പറയപ്പെടുന്നു. എന്നാൽ ഇദ്രീസ് നബി അലൈഹിസ്സലാം ജനിച്ചത് ഈജിപ്തിലാണെന്നും ബാബിലോണിയയിൽ ആണെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഇദ്രീസ് നബിക്ക് വിജ്ഞാന മേഖലയിലായിരുന്നു കൂടുതൽ താല്പര്യം. അറിവ് സമ്പാദിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും പ്രവാചകന് വലിയ താല്പര്യമായിരുന്നു. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പേ ആളുകൾക്ക് ജീവിതത്തിൻ്റെ നല്ല ശീലങ്ങളെക്കുറിച്ച് ഉത്ബോധനം നടത്തുന്നത് പ്രവാചകന്റെ ശീലമായിരുന്നു. ഇദ്രീസ് നബിയുടെ 105-ാം വയസ്സിലാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പ്രബോധന കാലത്ത് 30 ഏടുകൾ അദ്ദേഹത്തിന് വരദാനമായി നൽകി. നേരത്തെ പിതാമഹന്മാരായ ആദൻ നബി അലൈഹിസ്സലാമിനും ഷീസ് നബി അലൈഹിസ്സലാമിനും ലഭിച്ച വിശുദ്ധ ഏടുകൾ ഹൃദിസ്ഥമാക്കിയിരുന്ന പ്രവാചകൻ ഇദ്രീസ് നബി അലൈഹിസ്സലാം ഇവയിലെല്ലാം എഴുതപ്പെട്ടിരുന്ന ദിവ്യ സന്ദേശങ്ങൾ സമൂഹത്തിന് പ്രബോധനം ചെയ്തു. അനിത സാധാരണമായ ജീവിതം നയിച്ച അതിശ്രേഷ്ഠനായ വ്യക്തിയായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാം. മാലാഖമാരെ പോലും വിസ്മയിപ്പിക്കുന്നത്ര മഹത്പൂർണമായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം. ഇദ്രീസ് നബി ജീവിച്ചിരുന്ന കാലത്തെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് കൂട്ടിയാലും പ്രവാചകന്റെ കർമ്മത്തോളം എത്തില്ലെന്നാണ് വഹബ് ബിൻ മുനബ്ബഹ് പറഞ്ഞത്. രാപ്പകൽ ഭേദമന്യേ മുഴുവൻ സമയവും ആരാധനയിൽ മുഴുകുകയും നോമ്പ് മുറിക്കാൻ വേണ്ടി മാത്രം ആരാധനയ്ക്ക് അവധി നൽകുന്നതുമായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ രീതി. പ്രബോധന പ്രവർത്തനങ്ങൾക്കും മറ്റു ഉപജീവന പ്രവർത്തനങ്ങൾക്കുമുള്ള സമയം ഒഴിച്ചാൽ ആരാധനയിൽ മാലാഖമാർക്ക് സമാനമായിരുന്നു അവിടുത്തെ ജീവിത രീതി. പ്രവാചകത്വത്തിന് പുറമെ അക്കാലത്ത് രാജാധികാരവും നൽകി അള്ളാഹു അനുഗ്രഹിച്ചയാളാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. പ്രവാചകനും ജ്ഞാനിയും രാജാവുമായിരുന്നതിനാൽ സല്ലസ് അഥവാ 3 സിദ്ധിയുള്ളയാൾ എന്ന പേരിലും ഇദ്രീസ് നബി പ്രസിദ്ധനാണ്. എന്നാൽ അധികാരത്തിൻ്റെ ഗർവോ സ്ഥാനമാനങ്ങളുടെ അഹങ്കാരമോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒട്ടും ഏശിയില്ല. ഉപജീവനത്തിനായി നൂൽ നൂൽക്കാനോ സമാനമായ ജോലികളിൽ ഏർപ്പെടാനോ അദ്ദേഹം മടി കാണിച്ചില്ല. പുരാതന മനുഷ്യരിൽ ആദ്യമായി എഴുത്ത്, ഗണിതം, ജ്യോതിശാസ്ത്രം, ഗോളശാസ്ത്രം തുടങ്ങിയവ ആദ്യമായി സ്വായത്തമാക്കിയത് ഇദ്രീസ് നബിയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആദ്യമായി അളവുതൂക്ക് ഉപകരണം ഉണ്ടാക്കിയതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയതും പേന കൊണ്ടെഴുതിയതും തോൾവസ്ത്രം ധരിച്ചിരുന്ന മനുഷ്യരിൽ ആദ്യമായി പരുത്തിവസ്ത്രം ധരിച്ചതും വസ്ത്രം നെയ്തതും ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ്. അതിപുരാതന കാലത്ത് ജീവിച്ചിരുന്നതിനാൽ പ്രവാചകരെക്കുറിച്ച് പരിമിതമായ കാര്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളതെങ്കിലും ലഭ്യമായ അറിവുകളുടെ ബലത്തിൽ ഏറെ പ്രചോദകമാണ് അവിടുത്തെ ജീവചരിത്രം. സ്വർഗസ്ഥനായി അദ്ദേഹം ഉയർത്തപ്പെട്ടുവെന്നും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുമാണ് പ്രബലമായ വിശ്വാസം.